ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ വിഴിഞ്ഞം സീപോർട്ട് ജോബ് അപ്ഡേറ്റ് 2024 ഏവർക്കും സ്വാഗതം. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന 2 ഷിപ്പുകളുടെ വിവരങ്ങളും അതോടൊപ്പം തന്നെ അസാപ്പിൽ നൽകിയിട്ടുള്ള പുതിയ ഒഴിവുകളെക്കുറിച്ചുള്ള വിവരങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഷിപ്പുകളുടെ വിവരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് 42ാമതായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഷിപ്പ് എന്ന് പറയുന്നത് MSC Alice 2PA എന്ന വെസലാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള. അതിൻ്റെ വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതാണ്. 3/11/2024 രാവിലെ വിശാഖപട്ടണത്തേക്ക് ആ ഷിപ്പ് ഇവിടെ നിന്നും പോവുകയായിരുന്നു. ആ ഷിപ്പ് 640 കണ്ടെയ്നറുകളുടെ പ്രവർത്തനവുമായിട്ടാണ് വിഴിഞ്ഞത്ത് നിന്നും 5:15 മണിയോടുകൂടി തിരിച്ചു പോയത്. അതിനുശേഷം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഷിപ്പെന്ന് പറയുന്നത് 5/11/2024 43ാമത്തെ ഷിപ്പായ MSC ഫെയ്ത്ത് രാവിലെ 7 മണിയോടുകൂടി ഇവിടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൽ എത്തിച്ചേർന്നു. മദർഷിപ്പാണ് ഇത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിൻ്റെ നീളം നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 366 മീറ്റർ നീളവും 48.3 മീറ്റർ വീതിയുമാണ് ഇതിനകത്തുള്ളത്. അതിൻ്റെ ട്രാഫ്റ്റ് നോക്കുകയാണെങ്കിൽ 13.8 മീറ്ററാണ് അതിനകത്ത് ട്രാഫ്റ്റ് വരുന്നത്. അതിൻ്റെ സ്പീഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 21.5 നോട്ടിക്കൽ മൈൽ സ്പീഡാണ് ഇതിനകത്ത് വരുന്നത്. ഇവിടെ വന്നിട്ടുള്ള ഷിപ്പുകളുടെ സ്പീഡ് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സ്പീഡ് കാണിക്കുന്നത് ഈ MSC ഫെയ്ത്ത് എന്നുള്ള മദർ വെസലിൻ്റെ സ്പീഡാണ്. ആദ്യമായിട്ടാണ് ഇത്രയും സ്പീഡുള്ള ഒരു ഷിപ്പ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതായത് 21.5 നോട്ടിക്കൽ മൈൽ സ്പീഡ് കാണിക്കുന്നത്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൽ 2800 കണ്ടെയ്നറുകളാണ് ഈ MSC ഫെയ്ത്തിൽ ഇറക്കുകയും കയറ്റുകയും ചെയ്തിട്ടുള്ളത്. 6/11/2024 രാവിലെ 7 മണിയോടുകൂടി MSC ഫെയ്ത്ത് കൊളംബോയിലേക്ക് പുറപ്പെട്ടു. 44ാമത്തെ ഷിപ്പായ MSC സോഫിയ 6/11/2024 2:50 മണിയോടുകൂടി MSC സോഫിയ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിലേക്ക് കയറുകയുണ്ടായി. ഇതിൻ്റെ നീളം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 366 മീറ്റർ നീളവും 51 മീറ്റർ വീതിയുമാണ് ഇതിനകത്തുള്ളത്. ഇതിൻ്റെ ട്രാഫ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ 16 മീറ്ററാണ് ഇതിൻ്റെ ട്രാഫ്റ്റ് വരുന്നത്. ഇതിൻ്റെ സ്പീഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20.7 നോട്ടിക്കൽ മൈലാണ് ഇതിൻ്റെ അകത്ത് സ്പീഡ് വരുന്നത്. ഇതിൻ്റെ ലൈബീരിയ ഫ്ലാഗാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതായത് 1500 കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. 7/11/2020 2 മണിയോടുകൂടി വിഴിഞ്ഞത്ത് നിന്നും ഈ ഷിപ്പ് തിരിച്ചു പോവുകയായിരുന്നു. സിംഗപ്പൂരിലേക്കാണ് പോയത്. അസാപ്പിൽ പഠിപ്പിച്ചിട്ടുള്ള 2 കോഴ്സുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഒന്നാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് ഡ്രോൺ പറത്തുന്നതുമായി ബന്ധപ്പെട്ട കോഴ്സുകളാണ്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ കോഴ്സാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഈ കോഴ്സുകൾ ആർക്കൊക്കെയാണ് ഇത് പഠിക്കാൻ കഴിയുക എന്നുള്ളത് കൂടെ നമുക്ക് ഒന്നാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ഡ്രോൺ പൈലറ്റ് ട്രെയിനിങ് സ്മാൾ കാറ്റഗറി ആണ് ഒന്നാമത്തെ കോഴ്സായിട്ട് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതായത് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രോൺ പറത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴ്സ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് ഇത്. കോഴ്സ് 42 മണിക്കൂറാണ് പഠിക്കേണ്ടത്. ഈ കോഴ്സ് നേരിട്ടാണ് പഠിക്കേണ്ടത്, ഓൺലൈൻ വഴിയല്ല. നേരിട്ടുള്ള പഠനമാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ട്രെയിനിങ് പാർട്ട്ണർ ഓട്ടോനോമസ് അൺമാനഡ് ഏരിയൽ സിസ്റ്റം. രണ്ടാമത് സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഈ കോഴ്സ് ആർക്കെല്ലാമാണ് പഠിക്കാൻ കഴിയുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. SSLCയോ അതിന് തുല്യമായി പഠിച്ചിട്ടുള്ളവർക്ക് ഈ കോഴ്സിന് അപേക്ഷിക്കാം. അതായത് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതുമാത്രമല്ല വാലിഡ് പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ആധാർ കാർഡ് നൽകണം. എല്ലാത്തിൻ്റെയും കോപ്പി 2 സെറ്റ് കോപ്പി കൂടെ നമുക്ക് ഇതിനകത്ത് കൊടുക്കേണ്ടി വരും. ഇത്രയുമാണ് ഇതിൻ്റെ അകത്തുള്ള ഡ്രോൺ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവരങ്ങൾ. ഇതിൻ്റെ ഫീസ് വരുന്നത് 61,360 രൂപയാണ് ഇതിനകത്ത് ഫീസ് വരുന്നത്. ഈ ലോൺ സംവിധാനം ലഭ്യമാണ്. കാനറ ബാങ്ക്, SBI, കേരള ബാങ്ക്, HDFC എന്നിവിടങ്ങളിൽ നിന്നും
ലോൺ ലഭിക്കും. എന്തെല്ലാമാണ് പഠിപ്പിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഫ്ലൈറ്റ് പ്രിൻസിപ്പിൾ, 2 ഡ്രോൺ അസംബ്ലി ആൻഡ് മെയിൻ്റനൻസ്, 3 ഫ്ലൈറ്റ് സിമുലേറ്റർ ട്രെയിനിങ്, 4 ഡ്രോൺ ഫ്ലൈയിങ്, 5 പേലോഡ് ഇൻസ്റ്റലേഷൻ. ഇത്രയുമാണ് അഗ്രികൾച്ചർ ഡ്രോൺ പൈലറ്റ് ട്രെയിനിങ് സ്മാൾ കാറ്റഗറിയുമായിട്ടുള്ള വിവരങ്ങൾ. അടുത്ത കോഴ്സ് വരുന്നത് ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ കോഴ്സാണ് വരുന്നത്. നേരിട്ടാണ് പഠിക്കേണ്ടത്. പഠന കാലയളവ് 860 മണിക്കൂറാണ് പഠിക്കേണ്ടത്. ഇത് ആർക്കെല്ലാമാണ് പഠിക്കാൻ കഴിയുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് +2 പഠിച്ചവർക്കും ITI പഠിച്ചിട്ടുള്ളവർക്കുമാണ് ഇതിൽ ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാനായിട്ട് കഴിയുന്നത്. ഇതിൻ്റെ ഫീസ് വരുന്നത് 45,000 രൂപയാണ് ഇതിൻ്റെ ഫീസ് വരുന്നത്. ഇത് ട്രെയിനിങ് നൽകുന്നത് ERAM ടെക്നോളജീസ് ആണ് ഇതിൻ്റെ ട്രെയിനിങ് നൽകുന്നത്. സർട്ടിഫിക്കറ്റ് നൽകുന്നത് NSDC നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. പുതിയതായി എൻ്റെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വിവരങ്ങൾ കൂടെ നിങ്ങൾക്ക് നൽകാം. അതായത് അസാപ്പിൽ ഇതുവരെ നൽകിയിട്ടുള്ള കോഴ്സുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകാം. അസാപ്പിൽ ഏതൊക്കെ കോഴ്സുകളാണ് പഠിപ്പിക്കുന്നത്, വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിലേക്ക് ആവശ്യമായ കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ള വിവരങ്ങൾ ഞാൻ പുതിയതായിട്ട് വന്നിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു വിവരണം ഞാൻ നൽകാം. അതായത് ഒന്നാമത്തേതെന്ന് പറയുന്നത് ITV എന്നുള്ളതാണ്. ITV എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ട്രാൻസ്ഫർ വെഹിക്കിൾ, ട്രക്ക് ഓടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് അദാനി പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് ലാഷർ കോഴ്സാണ്. ലാഷർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഷിപ്പുകളിൽ കണ്ടെയ്നറുകൾ അടുക്കി വയ്ക്കുമ്പോൾ മറിഞ്ഞു വീഴാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ലോക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ലാഷർ എന്നുള്ളത്. അതുപോലെ തന്നെ മൂന്നാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് അഡ്വാൻസ് നേഴ്സിംഗ് അസിസ്റ്റൻറ്റ്. ഈ കോഴ്സും അദാനിയാണ് പഠിപ്പിക്കുന്നത്. അദാനിയുടെ ട്രെയിനറെ ഉപയോഗിച്ചാണ് പഠിപ്പിക്കുന്നത്. നാലാമത്തെന്ന് പറയുന്നത് PGPOTM എന്ന് പറയുന്നത്, അതായത് പോർട്ട് മാനേജ്മെൻറ്റ് ടെർമിനൽ ഓപ്പറേറ്റർ മാനേജ്മെൻറ്റ് എന്നുള്ളൊരു കോഴ്സാണ് PGPOTM എന്നുള്ളത്. അതുപോയിട്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഡിപ്ലോമ വെയർഹൗസ് മാനേജ്മെൻറ്റ് എന്നുള്ളൊരു കോഴ്സാണ് പിന്നെ വരുന്നത്. ഇത്രയും കോഴ്സുകളാണ് അദാനിയുടെ മേൽനോട്ടത്തിൽ അദാനിയുടെ ട്രെയിനറെ ഉപയോഗിച്ച് പോർട്ടിൽ ആവശ്യമായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ ആവശ്യമുള്ളത് കൊണ്ട് ഇത്രയും കോഴ്സുകളാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. PGPOTM എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ്. നല്ല സാലറി ലഭിക്കുന്ന ഒരു കോഴ്സും കൂടിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപേക്ഷകൾ സമർപ്പിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഈ കോഴ്സുകളെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ഞാൻ ഈ യൂട്യൂബിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറകോട്ടുള്ള വീഡിയോകൾ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനുശേഷം അപേക്ഷ നൽകുന്നതായിരിക്കും നല്ലത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ അതിനെ ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.